2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. സന്ദർശകർക്ക് ഉത്സവ പ്രതീതി ഒരുക്കി യുവകലാകാരി അർച്ചനയുടെ വർണ്ണോദയം ആർട്ട് എക്സിബിഷൻ. ഉത്സവ പ്രതീതിയാണ് ഫോർട്ട് കൊച്ചിയിലെ ഡേവിഡ് ആർട്ട് ഹാളിലെത്തി. നെറ്റിപ്പട്ടവും തിടമ്പും കഥകളി രൂപങ്ങളും ഇവിടെ എത്തിയാൽ കൺകുളിർക്കെ കാണാം. പൂരപ്രേമികൾക്ക് ഏറെ പരിചിതമായ നെറ്റിപ്പട്ടം ഉൾപ്പെടെയുള്ളവയുടെ വ്യത്യസ്ത രൂപങ്ങളാണ് യുവകലാകാരി അർച്ചന PC ഡേവിഡ് ആർട്ട് ഹാൾ ഗാലറിയിൽ സംഘടിപ്പിച്ച വർണ്ണോദയം ആർട്ട് എക്സിബിഷനിൽ ഒരുക്കിയിരിക്കുന്നത്. അർച്ചന തന്റെ തനത് ശൈലിയിൽ വരച്ച ഒട്ടനവധി മനോഹര ചിത്രങ്ങളും ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് കാണാനാകും. കൂടാതെ ഈജിപ്ഷ്യൻ ആർട്ട്, ആഫ്രിക്കൻ ട്രൈബൽ ആർട്ട്, രാജസ്ഥാനി മ്യൂറൽ, രാജസ്ഥാനി ആർട്ട്, ബോഹോ ആർട്ട്, കലംകാരി, മിക്സഡ് മീഡിയ, ക്യാൻവാസ് പെയിന്റിംഗ് തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട ഒട്ടനവധി ആർട്ടുകളും എക്സിബിഷനിൽ കാണാനാകും. ചുവരുകൾക്ക് വർണ്ണപ്പകിട്ടേകിയ മനോഹര ചിത്രങ്ങൾ സന്ദർശിക്കാൻ വിദേശികൾ ഉൾപ്പെടെയുള്ളവരാണ് ആദ്യ ദിനം മുതൽ എത്തിച്ചേരുന്നത്. ക്രാഫ്റ്റ് ഫാം ഉടമയായ അർച്ചന മലപ്പുറം തിരൂർ സ്വദേശിനിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷിൽ ബിരുദം നേടിയ അർച്ചന പിന്നീട് മൾട്ടിമീഡിയയിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. ചെറുപ്പം മുതൽ കലയിൽ താല്പര്യമുണ്ടായിരുന്നെങ്കിലും പഠനശേഷമായിരുന്നു ചിത്രകല ഗൗരവത്തോടെ കണ്ടു തുടങ്ങിയതും. ഇതാണ് തന്റെ പാതയെന്നും അർച്ചന തീരുമാനിച്ചത്. ചെറുപ്പം മുതലേ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇതിനോടൊരു പാഷൻ തോന്നിയിട്ട് ഇങ്ങനത്തെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യാൻ തുടങ്ങിയത്. ഇനിയുള്ള തലമുറകൾക്ക് കുറച്ചും കൂടി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസിനെ കുറിച്ച് പരിചയപ്പെടുത്തലും അതിനെക്കുറിച്ച് കുറച്ചും കൂടി നോളേജ് വരുത്താനും കൂടി ശ്രമിക്കുന്നുണ്ട്. നമ്മളുടെ ഉത്സവങ്ങൾ ഇതിനൊക്കെ പോകുമ്പോൾ അതിൽ കുറേ വെറൈറ്റി ഓഫ്, നമ്മളിപ്പോൾ ഉത്സവത്തിന് പോകുമ്പോൾ നമ്മൾ അതിൻ്റെ വൈബ് മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ആർട്ടുണ്ട്. ആ ആർട്ട് നമ്മൾ കുറച്ചും കൂടി ഡെപ്തായിട്ട് ഇപ്പോൾ കാണുമ്പോഴേ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. ഉത്സവങ്ങളാണ് ഇയാളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരുവിധം കുറച്ചൊക്കെ ഉത്സവങ്ങളായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഓരോ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻസ് നമ്മൾ കാണാൻ പോകുമ്പോൾ അതൊന്നും കുറേ പ്രചോദനം നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെ മീറ്റിംഗ്സ് ക്രാഫ്റ്റിൽ നമ്മളിപ്പോൾ നെറ്റിപ്പട്ടും, തിടമ്പ്, കഥകളി, അങ്ങനെ കുറച്ച് ഇനിയും അതിൽ ഇംപ്രൂവൈസേഷൻ ചെയ്യാണ്ട് അത് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ആർട്ടിൽ നമ്മൾ ട്രഡീഷണൽ കേരളേൻ്റെ മ്യൂറൽ പെയിൻറ്റിംഗ് ഉണ്ട്. പിന്നെ ബാക്കി നമ്മൾ ആഫ്രിക്കൻ മോട്ടീവ്സ് ഉണ്ട്. അതേപോലെ എംബോസ് പെയിൻറ്റിംഗ് ഉണ്ട്. പിന്നെ ലിപ്പൺ ആർട്ട് വരുന്നുണ്ട്. പാലറ്റ് നൈഫ് പെയിൻറ്റിംഗ് ഉണ്ട്. ബോഹോ ആർട്ട് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് എല്ലാ സ്റ്റേറ്റിൻ്റെയും പല ആർട്ട് ഐറ്റംസ് നമ്മളെ കൊണ്ട് പറ്റാവുന്ന ലെവൽ എൻ്റെതായ ഒരു ശൈലിയിൽ ഞാൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് എക്സിബിഷനാണ്. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവാഘോഷങ്ങളിൽ എല്ലായ്പ്പോഴും കാണാറുള്ള നെറ്റിപ്പട്ടവും തിടമ്പും എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന മനോഹര കാഴ്ചകളാണ്. കേരളത്തിലെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കലാരൂപങ്ങളുടെ പ്രാധാന്യം പുതുതലമുറയെ അറിയിക്കുക, അവയ്ക്ക് ആഗോള ശ്രദ്ധ നേടിയെടുക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നതെന്ന് ക്രാഫ്റ്റ് ഫാം ഉടമ അർച്ചന PC പറഞ്ഞു. വെള്ളിയാഴ്ച ആരംഭിച്ച എക്സിബിഷൻ കേരള ലളിതകലാ അക്കാദമി മുൻ ചെയർമാൻ TA സത്യപാൽ ഉദ്ഘാടനം ചെയ്തു. വായിക്കാനും കാണുവാനുമുള്ള ദൃശ്യശേഷി നമ്മളെക്കാൾ വളരെ വലിയൊരു ജനതയാണ് നമ്മൾ. അവിടെയാണ് കലാപ്രയോഗങ്ങൾ നമ്മൾ നടത്തുന്നത്. കലകൾക്ക് ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുമുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളുമുണ്ട്. നമ്മളുടെ കേരളത്തിൽ ചിത്രകല, ശില്പകല വിപണിയെ മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒന്നായി മാറി, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് തകിടം മറിഞ്ഞു പോയ ഒരു ദുരവസ്ഥ നാടാണ്. പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.